വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നേ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് സഹായിക്കുന്ന അടിപൊളിയായിട്ടൊരു പാക്കാണ് ഞാനിന്ന് പറഞ്ഞിരുന്നു കേട്ടോ. സൂപ്പർ റിസൾട്ട് ആട്ടോ. അതായത് ഒരു 2 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നൊരു പാക്കായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതായത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡാണ്, ചണവിത്ത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ലേ, ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ കഴിക്കാനായാലും നല്ലതാണ്. അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിന്, ഹെയർ ലോസ് മാറാനായിട്ട് ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഒരു നല്ല വലിയ ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് 1 സ്പൂൺ നമ്മുടെ ഈ ഫ്ലാക്സ് സീഡ് ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കണം. തിളയ്ക്കുമ്പോൾ തന്നെ അതൊരു ജെല്ലായിട്ട് വരും. അതൊന്നൊരു കോട്ടൺ തുണി എടുത്തിട്ട് അരിച്ചതിന് ശേഷം നമ്മുടെ തലയിലൊക്കെ നല്ല തേക്കുക. ഹെയർ ലോസ് കുറയുകയും ചെയ്യും, ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ബാലൻസ് ഉള്ളത് നമ്മുടെ സ്കിന്നിലൊക്കെ തേക്കുകയും ചെയ്യാം. സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ല സഹായിക്കുന്ന ഒരു സാധനം നമ്മുടെ ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ പാക്കിന് എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. അത് ഞാൻ ഫ്ലാക്സ് സീഡ് ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കും. അതിനകത്ത് നമുക്ക് 1 സ്പൂൺ എടുക്കാം. എന്നിട്ട് നമ്മുടെ കടലമാവാണ്. ഈ കടലമാവിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ കടലമാവാണ് എടുക്കുന്നത്. 1 സ്പൂൺ കടലമാവും, പിന്നെ നമ്മുടെ കോഫി പൗഡർ, അതൊരു 1/2 സ്പൂൺ കോഫി പൗഡർ കേട്ടോ. സ്പൂൺ കോഫി പൗഡറും, എന്നിട്ട് പാല്, ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ ഫ്ലാക്സ് സീഡ് ഇടുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊന്ന് ടൈറ്റ് ആയിട്ട് വരും കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ടാനൊക്കെ മാറിയിട്ട് സ്കിന്ന് നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആവും. 2 ദിവസം കൂടുമ്പോൾ ചെയ്യാമെങ്കിൽ നമ്മുടെ ഫേസ് നല്ലപോലെ നല്ല ക്ലീൻ ആയിട്ട് നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയും ചെയ്യും. നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം. ഇച്ചിരി പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം കാണിക്കില്ല, ഇപ്പം നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ലാസ്റ്റ് ഇടുന്ന പാക്കിന് വരെ ഇതിട്ട് കൊടുക്കാം. നല്ലതാണ് കണ്ടോ. ഇത് ഇങ്ങനെ ആക്കി എടുക്കുക. ഇതിരിക്കും തോറും ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നല്ല മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എപ്പോൾ ഏത് പാക്ക് ഇടുന്നതിന് മുമ്പായാലും നമ്മൾ ഫേസ് ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകണം കേട്ടോ. എന്നിട്ട് മാത്രമേ ഒരു പാക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ട് കഴുകണമെങ്കിൽ അങ്ങനെ കഴുകുക. എന്തുവായാലും നല്ല ഫേസ് നല്ല ക്ലീൻ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഏതൊരു പാക്കായാലും നമ്മൾ ഫേസിൽ ഇടാവുള്ളൂ. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം. നല്ലപോലെ ഫേസിലിട്ട് കൊടുക്കാം. ടാനൊക്കെ പോയിട്ട് ഫേസ് നല്ല ഗ്ലോ ആവും. നമുക്ക് ഫുള്ളിങ്ങനെ ഇട്ട് കൊടുക്കണേ. നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണേ. ഇപ്പം ഇച്ചിരി കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ പറയാം, ഇരിക്കും തോറും ഇത് കട്ടിയാവും. ഇതങ്ങനെ ഈ ഫ്ലാക്സ് സീഡ് ഇടുമ്പോൾ നമുക്ക് അങ്ങനെ. ഇപ്പം വേറെ ഫ്ലാക്സ് സീഡ് മാത്രം കുറച്ച് പാലിൽ ഇങ്ങനെ കലക്കിയിട്ടിട്ടാലും നല്ലതാണ് കേട്ടോ. നമ്മുടെ കറുത്ത പാടൊക്കെ പോയിട്ട് സ്കിന്നിലുള്ള ബ്ലാക്കൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആകും ഫേസ്. നല്ല ഇങ്ങനെ നല്ല കട്ടി കട്ടി ഇട്ട് കൊടുക്കുക. ബാലൻസ് കഴുത്തിലും
ഇങ്ങനെ മുത്തിട്ട് കൊടുക്കാം. ഇത് കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇടാം കേട്ടോ, കുഴപ്പമില്ല. നമ്മൾ കോഫി പൗഡറൊക്കെ ഉള്ളതല്ലേ, കുഴപ്പമില്ല. ഇങ്ങനെ ഫുള്ള് ഇട്ട് കൊടുത്തേക്കുക. ഇനി ഇത് ഉണങ്ങുന്ന ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് ആയിട്ടുണ്ടേ, നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. നമുക്കൊന്ന് തുടച്ച് മാറ്റാം. ആദ്യം ഇങ്ങനെ പിടിപ്പറ്റില്ല, നമ്മളിങ്ങനെ ഒന്ന് അതിൽ കുതിരും. അപ്പം നമ്മളൊന്ന് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കാൻ. അപ്പം അത്രയും കുറച്ച് നമ്മളിങ്ങനെ തുടച്ചാൽ മതിയല്ല നമ്മുടെ ഫേസിൽ. വലിയ ഹാർഡായിട്ട് തുടയ്ക്കേണ്ടി വരത്തില്ല. നമുക്ക് തുടച്ചെടുക്കാവേ. നല്ലപോലെ ഫേസ് നല്ല ക്ലിയർ ആവും കേട്ടോ. പാടൊക്കെ പോയിട്ട് ടാനൊക്കെ പോയി നല്ലൊരു ഗ്ലോ കിട്ടും നമ്മുടെ ഫേസിന്. നമ്മൾ 2 ദിവസം വെച്ചിട്ട് ഇത് ചെയ്യാൻ വന്നെങ്കിൽ. കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ക്ലിയർ ആവും ഫേസ്. നോക്കിയിട്ട് നല്ലൊരു ഗ്ലോ വന്നില്ലേ ഫേസിന്, നല്ല മാറ്റം വരും. ഫസ്റ്റ് യൂസ് ചെയ്താൽ നല്ല മാറ്റമാണ്. വെള്ളം മൊത്തം അഴുക്ക്. കണ്ടോ, നല്ല മാറ്റം വരും കേട്ടോ. കണ്ടോ, നോക്കിക്കേ, നല്ല ക്ലിയർ ആവും ഫേസ്. ആ ഒരു വട്ടം ഇടുമ്പോൾ തന്നെ അടിപൊളി മാറ്റം കേട്ടോ. നല്ല സോഫ്റ്റ് ആവും നമ്മുടെ സ്കിന്ന്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ വാഷ് ഫേസിന് പോയിട്ട് നല്ലോണം കഴുകിയിട്ടില്ലെങ്കിൽ മാത്രമേ നല്ലൊരു കഴുകിയിട്ട് വന്നിട്ടുണ്ടേ. ഒക്കെ വെള്ളം കേട്ടോ. കണ്ടോ, ഫേസ് നല്ല ക്ലിയർ ആയില്ലേ? അടിപൊളി റിസൾട്ട് ആട്ടോ. ഒറ്റ യൂസ് ചെയ്ത് എനിക്ക് മനസ്സിലായി എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. അടിപൊളി, നല്ല ഫേസൊക്കെ നമ്മൾ നല്ല സോഫ്റ്റ് ആവും. നല്ല മാറ്റം കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 ദിവസം വെച്ചിട്ട് അടുപ്പിച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫേസൊക്കെ നല്ല ക്ലിയർ ആവും. ടാനൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആവും നമ്മുടെ ഫേസ്. അടിപൊളി റിസൾട്ടാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പാക്കുകൾ ഇട്ടതിന് ശേഷം ഉറപ്പായിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളൊരു 2 ദിവസം കൂടുമ്പോൾ ഇതൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. നല്ല മാറ്റമാണ് കേട്ടോ. കണ്ടോ, അടിപൊളി റിസൾട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം എന്നിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.